ഷുഡ്, കുഡ്, വുഡ്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? പലപ്പോഴും നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇത് മൂന്ന് ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണ് ഇത് മൂന്നിനുള്ളത് കേട്ടോ. മൂന്നും വ്യത്യസ്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഷുഡ് എന്നുള്ളത് വി വിൽ യൂസ് ഫോർ അഡ്വൈസ്. അഡ്വൈസ് നൽകുന്ന സമയത്താണ് ഷുഡ് ഉപയോഗിക്കുക. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം എന്ന് പറയും. അതായത് ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യു ഷുഡ് റെസ്പെക്ട് എൽഡേഴ്സ്. മൂത്തവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയണേ. ഇനി നേരെ കുഡ് ആണെങ്കിലോ, കുഡ് എന്നുള്ളത് ഒരു പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് യു കുഡ് ബി ദ വിന്നർ. ഒരു കളിയൊക്കെ കഴിഞ്ഞ് ഒരാൾ തോറ്റിങ്ങനെ വരുന്ന സമയത്ത് യു കുഡ് ബി ദ വിന്നർ. ആയിരുന്നു ജയിക്കേണ്ടത് എന്ന് പറയല്ലോ, അതാണ് കുഡ്. ഇനി വുഡ് ആണെങ്കിലോ അൺറിയൽ സിറ്റുവേഷൻസിനെ പറയാനാണ്. അത് നടക്കൂല എന്ന് ഉറപ്പാണ്, എന്നാൽ നമ്മളത് പറയുമല്ലോ, അതാണ് അൺറിയൽ സിറ്റുവേഷൻസ്. ഓക്കെ, ഐ വുഡ് ട്രാവൽ ഇഫ് ഐ ഹാഡ് ടൈം. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു എന്നാണ്. സമയം എനിക്ക് കിട്ടാനും പോകുന്നില്ല, ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഐ വുഡ് ഷൂട്ട് ഹിം ഇഫ് ഐ ഹാഡ് എ റൈഫിൾ. എനിക്ക് ഒരു തോക്കിട്ടിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊല്ലുമായിരുന്നു. എനിക്ക് തോക്കറ്റ് കിട്ടാനും പോകുന്നില്ല, ഞാൻ അയാളെ കൊല്ലാനും പോകുന്നില്ല. ഇത്തരം സിറ്റുവേഷൻസിനാണ് വുഡ് ഉപയോഗിക്കുക, അൺറിയൽ സിറ്റുവേഷൻസ്. അങ്ങനെയാണെങ്കിൽ നീ ലീഡർ ആവേണ്ടതായിരുന്നു എന്നെങ്ങനെ പറയാം? ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ.